ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, കറിവേപ്പില, വെളിച്ചെണ്ണയിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നീട് സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്തിരി കറിവേപ്പില കൂടി ചേർത്ത് ചതച്ച് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് റെഡിയാവുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചിക്കൻ, ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ഷ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ട. അപ്പോൾ പിന്നെ അത് ഒരുപാട് പൊടിയായി പോയിട്ട് ചിക്കൻ്റെ ആ ഒരു കഴിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് തോന്നില്ല. ഇടയ്ക്ക് ചെറിയൊന്ന് കടിക്കാനായിട്ട് ഇത്തിരി വലിയ പീസ് ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടാൽ മതി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കുക. ഒരിത്തിരി ഗരം മസാല പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി പേരിന് മാത്രം മതി. ആ ഒരു മസാലക്കൂട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം മതി കേട്ടോ. പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എരിവ് അതിൽ കിട്ടിക്കോളും. ഇനി എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചതെങ്കിലും നമ്മൾ ഈ മസാല സവാളയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ എന്തായാലും ഇത്തിരി ഉപ്പും കൂടി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് രണ്ടാമത് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നിരത്തി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് വെന്ത് മൊരിഞ്ഞൊക്കെ വരും. ഇത് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴും ഫില്ലിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഓയിലൊക്കെ ചേർക്കണം. അത്രയും ഓയിലൊന്നും ചേർക്കാണ്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു ടൈമിൽ മൈദപ്പൊടിയിലേക്ക് ഒരൽപ്പം റവയും അതുപോലെ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ആയി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓയിൽ ചേർത്തത് കൊണ്ട് തന്നെ ഈ പൊടി ഇങ്ങനെ നമ്മൾ പുട്ടൊക്കെ നനച്ചെടുക്കുന്ന പോലെ കട്ടയായിട്ടായിരിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് പൗഡറാക്കി എടുക്കുക. അതിന് ശേഷം വെള്ളം ചേർത്ത് കുഴച്ച് ഇതേപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡോ ആയിട്ട് എടുക്കണം. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുടിക്കും. അപ്പോൾ ഇത്രയും മതി. അതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലെ സ്ലാബൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് അതിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കണത്. അപ്പം ഞാനിത് ഇനി പരത്തിയെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കൈ വെച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അധികം കട്ടിയില്ലാതെ പരത്തിയെടുക്കാം. ഒരുപാട് കട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്കും ഒരിത്തിരി ഹാർഡായി പോകും. അപ്പോൾ സോഫ്റ്റാക്കി എടുത്തോ, കുഴപ്പമില്ല. ഇനി ഇതുപോലൊരു മോൾഡ് വെച്ചിട്ട്, ഇതിപ്പോൾ ഒരു പുട്ട് മേക്കറിൻ്റെ ആ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലുള്ള ക്യാപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടണ ഏതെങ്കിലും, അതല്ലെങ്കിൽ മോൾഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതേപോലെ റൗണ്ടാക്കി എടുത്തിട്ട് നമുക്ക് എങ്ങനെ മാറ്റി വെക്കാം. എളുപ്പമാണ്. ഇത് കാണുന്ന പോലെ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു അങ്ങനെ ചെയ്യുന്നവർക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഈ ഒരു പ്രോസസ്സൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. അപ്പോൾ ഈ ഒരു ഡോയിൽ നിന്നും നമുക്ക് മാക്സിമം കിട്ടാവുന്ന അത്രയും നമ്മളിതുപോലെ ഓരോ പ്രാവശ്യം എടുത്തതിന് ശേഷം ബോളാക്കി എടുത്ത് ചെയ്താൽ മതി. പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടും. അപ്പോൾ ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരിത്തിരി കട്ടിയൊക്കെ തോന്നുകയാണെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫ്ലാറ്റാക്കി കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മസാല അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ഫില്ലിംഗ് ആയിട്ട് ഉണ്ടായാലാണ് കഴിക്കാൻ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പുറത്തേക്കൊന്നും പോകാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. കാരണം നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മസാല കറക്റ്റായിട്ട് ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. 3 കപ്പ് പൊടിയിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തിരി കൂടുതലോ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ആവണം. ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊന്ന് പിരിച്ച് കോഴിയുടെയൊക്കെ ചെയ്തെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ഞെറിയിട്ട് കൊടുത്താൽ മതി.
മാവ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ആയി പോകാതെ. അപ്പോൾ പിന്നെ നമുക്കിതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാനും പിന്നെ ആ ഷേപ്പിൽ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പരത്തിയിട്ടാൽ തന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഒട്ടി പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് മാവ് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനെ ചെയ്ത് ഷേപ്പാക്കി തരാനൊക്കെ പറഞ്ഞാൽ കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പണികൾ കഴിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിത് ഓയിൽ ചൂടാക്കിയിട്ട് ഇത് പിന്നെ നമുക്ക് 3 or 4 ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് സാധാരണ സ്നാക്ക് ചെയ്തെടുക്കണ പോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം നമുക്ക് ഓയിലിൽ നിന്ന്. നല്ല കറുമുറ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ പിന്നെ ടൈം ലാപ്സിലിട്ട് അങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ. സെയിം പ്രോസസ്സ് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അതാണ് ഇങ്ങനെ സ്പീഡിൽ ചെയ്ത് കാണിക്കണത്. ഇനി അതും മാറ്റാം. അപ്പോൾ അങ്ങനെ സ്നാക്ക് ഞാനതിന് കുറച്ച് മാത്രം എടുത്ത് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് വടയ്ക്കുള്ള മാവ് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്നുവടയുടെ മാവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് ഉഴുന്നുവട ചെയ്യുന്നതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുത്ത റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ വീഡിയോ പ്രത്യേകിച്ച് ഷെയർ ചെയ്യാത്തത്. ഉഴുന്നുവട പിന്നെ എനിക്ക് ഓരോന്ന് ഇതുപോലെ മുങ്ങിക്കിടന്ന് ഫ്രൈ ആക്കുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റായിട്ട് തോന്നാറ്. എന്നാലും സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് 1-2 ബാച്ചിലൊക്കെ 2 വെച്ചൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉഴുന്നുവടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വെക്കേഷനിലൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന 2 സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ഫ്രൈ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയില്ലെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ വാങ്ങി കഴിക്കുക, നമ്മൾ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് ഓയിലിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് അത് വലിയ ഒരു പ്രശ്നമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. കമൻറ്റ്